Hello guys and welcome back to Best Capex. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ അറിഞ്ഞു കാണുമായിരിക്കും ഈ അടുത്ത ഏഷ്യൻ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ഹ്യുണ്ടായി ക്രെറ്റ 5-star സേഫ്റ്റി റേറ്റിംഗ് ആണ് സ്കോർ ചെയ്തത്. ഇനി ഇത് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ക്രെറ്റ അല്ല, ഇത് ഡ്യുവൽ എയർ ബാഗ്സ് ഉള്ള മോഡലാണ് ഇവർ ക്രാഷ് ടെസ്റ്റ് ചെയ്തത്. പക്ഷേ എന്നാൽ പോലും ഇത് ഇന്തോനേഷ്യൻ സ്പെക്ക് വാഹനമാണ്. ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതാണ് നമുക്ക് ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന ഫേസ് ലിഫ്റ്റ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ക്രെറ്റയ്ക്ക് ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, ആ മോഡലാണ് ഇത്. പക്ഷേ ഇത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന വാഹനമല്ല. ഇന്ത്യയിൽ വരുന്ന വാഹനത്തിൻ്റെ ബോഡി കോഡ് SU2I എന്നാണ്. ഇത് SU2 എന്ന് പറയുന്ന ബോഡി കോഡുള്ള വാഹനമാണ്. എന്ന് വെച്ചാൽ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനമല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇനി ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ നിസാൻ മാഗ്നൈറ്റ് ഏഷ്യൻ എൻക്യാപ്പിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്ത സമയത്ത് 4-star സേഫ്റ്റി റേറ്റിംഗ് ആണ് കിട്ടിയത്. പിന്നീട് ഗ്ലോബൽ എൻക്യാപ്പ് നമ്മുടെ ഇന്ത്യയിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പോഴും ഈ വാഹനത്തിന് 4-star സേഫ്റ്റി റേറ്റിംഗ് തന്നെയായിരുന്നു കിട്ടിയത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങൾ മിക്കവാറും ഒക്കെ ഏഷ്യൻ എൻക്യാപ്പിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള റേറ്റിംഗ്സ് തന്നെയാണ് കിട്ടാറ്. ഈ വാഹനത്തിൻ്റെ കേസിൽ അതല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് ഇന്ത്യൻ മെയ്ഡ് അല്ല എന്ന്. ഇനി ഇതിപ്പോൾ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ക്രെറ്റ എല്ലാവർക്കും അറിയാമല്ലോ, അത് ഗ്ലോബൽ എൻക്യാപ്പിൽ കഷ്ടിച്ച് ജസ്റ്റ് 3-star സേഫ്റ്റി റേറ്റിംഗ് വാങ്ങിച്ചൊരു വാഹനമാണ്. അതിൻ്റെ അകത്ത് 8 points ആയിരുന്നു വാഹനത്തിന് കിട്ടിയത് ഔട്ട് ഓഫ് 17 ഫ്രണ്ടിലത്തെ, അതായത് അഡൽ പ്രൊട്ടക്ഷന്. അതിൻ്റെ അകത്ത് ഒരു 0.01 പോയിന്റെങ്കിലും കുറഞ്ഞിരുന്നെങ്കിൽ ഈ വാഹനം 2-star സേഫ്റ്റി റേറ്റഡ് ആയി പോയിന്. അതായത് ജസ്റ്റ് മാർജിനലി 3-star അല്ലെങ്കിൽ 2-star സേഫ്റ്റി റേറ്റിംഗ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ക്രെറ്റയ്ക്ക്. അങ്ങനത്തെ ഒരു വാഹനം ഇവർ ഇന്തോനേഷ്യൻ സ്പെക് മോഡൽ ഇത്രയും നല്ല സേഫ്റ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ലാത്തൊരു കാര്യമാണ്. എത്രത്തോളം നല്ലതായിട്ടാണ് അവർ ഇന്തോനേഷ്യ പോലുള്ള ഒരു മാർക്കറ്റിന് വരെ ഹ്യുണ്ടായി വണ്ടി കൊടുക്കുന്നത്. ഹ്യുണ്ടായിക്ക് ഇന്തോനേഷ്യയിൽ അങ്ങനെ ഭയങ്കര വലിയ പ്രസൻസ് ഉണ്ടായിട്ടൊന്നുമല്ല. അവരുടെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സെല്ലിംഗ് കാർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയും അതുപോലെ സൗത്ത് കൊറിയയൊക്കെയാണ്. വേറെ ചില സ്ഥലങ്ങളിൽ നിന്ന് ഹ്യുണ്ടായിക്ക് ഇവിടെ കിട്ടുന്നതിന് പകുതി വില പോലും ഇല്ല. എന്നിട്ട് പോലും അവർ ഇന്ത്യക്കാരെയാണ് ഇപ്പോൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ബോഡി ഷെല്ലിൻ്റെ കാര്യത്തിൽ. അവിടെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഈ വണ്ടിക്ക് ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി സ്റ്റേബിൾ ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്ത വണ്ടിക്ക് ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി അൺസ്റ്റേബിൾ ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ വരെ അവർ കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇപ്പോൾ ബേസിക്കലി ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മോഡലിൻ്റെ സ്ട്രക്ചറിൽ അവർ ഒരുപാട് അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീലൊക്കെ കുറവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, കാരണം നമ്മളാരും കാണുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ കോസ്റ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കാണാത്ത സ്ഥലത്ത് കോസ്റ്റ് കട്ട് ചെയ്തിട്ട് കാണുന്ന സ്ഥലത്തൊക്കെ നല്ല മെറ്റീരിയൽസും അതുപോലെ ഫോണിലൊക്കെ കിട്ടുന്ന പോലെ പല പല വെറൈറ്റി ആയിട്ടുള്ള ഫീച്ചേഴ്സും ഒരുപാട് സാധനങ്ങളൊക്കെ ഇവർ വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഒറ്റയടിക്ക് കാണുമ്പോൾ ഇമ്പ്രസ്ഡ് ആവുമല്ലോ, നമ്മളെന്നല്ല ആരാണെങ്കിലും കാണുമ്പോൾ ഇമ്പ്രസ്ഡ് ആവും. അതുകൊണ്ട് തന്നെയാണ് ഈ സെഗ്മെൻറ്റിൽ പല പല പുതിയ വാഹനങ്ങൾ വന്നിട്ടും ക്രെറ്റയുടെ സെയിൽസിനടുത്തൊന്നും ഈ വാഹനങ്ങൾക്കൊന്നും തന്നെ എത്താൻ സാധിക്കാതിരുന്നത്. ഇതിപ്പോൾ ഹ്യുണ്ടായി ഇവിടെ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ കറക്റ്റ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ. കാരണം ഇപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോക്സ്വാഗൻ വെർട്ടസ് ഗ്ലോബൽ എൻക്യാപ്പ് അല്ല ലാറ്റിൻ എൻക്യാപ്പിൽ ക്രാഷ് ടെസ്റ്റിന് പോയിരുന്നു. ഈ വാഹനത്തിന് 5-star സേഫ്റ്റി റേറ്റിംഗ് ആണ് അവിടെ കിട്ടിയത്. ഈ ലാറ്റിൻ എൻക്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബൽ എൻക്യാപ്പ് പോലത്തെ ഇങ്ങനെ ചുമ്മാ സിമ്പിൾ സാധനമല്ല. അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ അടുത്ത് 4th gen ഹ്യുണ്ടായി ടിസോൺ എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ ഈ അടുത്തിറങ്ങിയ ടിസോൺ ഉണ്ടല്ലോ, അത് ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ പോയി. അതിന് 3-star സേഫ്റ്റി റേറ്റിംഗ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇൻഫാക്ട് പുറത്തിപ്പോൾ വരുന്ന പോളോ ഇവിടെ ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പം അതിന് വരെ 3-star സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോക്സ്വാഗൻ വെർട്ടസ് AEB, അതായത് ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് പോലുള്ളൊരു ഫീച്ചർ വെച്ച് ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഈ വാഹനത്തിന് 5-star സേഫ്റ്റി റേറ്റിംഗ് കിട്ടി. ഓൾറെഡി നമുക്കറിയാം കുഷാക്കും ടൈഗണും ഇന്ത്യയിലെ ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്ത സമയത്ത് 5-star സേഫ്റ്റി റേറ്റിംഗ് ചൈൽഡ് പ്രൊട്ടക്ഷനിലും അഡൽട്ട് പ്രൊട്ടക്ഷനും രണ്ടിനും കിട്ടിയതായിരുന്നു. അത് ഇന്ത്യയിലുള്ള വേറൊരു വാഹനങ്ങൾക്കും കിട്ടാത്ത ഒരു സംഭവമായിരുന്നു. അങ്ങനെയൊക്കെ ആ രണ്ട് വണ്ടികൾ ഇന്ത്യയിലുള്ള ഇപ്പോൾ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്തതിൽ വെച്ചിട്ടുള്ള വണ്ടികളായി മാറുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതിപ്പോൾ ലാറ്റിൻ എൻക്യാപ്പിൽ വെർട്ടസിനും കൂടി ഇങ്ങനെ മികച്ച റേറ്റിംഗ്സ് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഉറപ്പിക്കാം ഇനിയിപ്പോൾ വെർട്ടസും സ്ലാവിയും ക്രാഷ് ടെസ്റ്റ് ചെയ്താലും ഏകദേശം ഇതൊക്കെ തന്നെയായിരിക്കും റിസൾട്ട് വരാൻ പോകുന്നതാണ്, നമ്മുടെ ടൈഗണും അതുപോലെ കുഷാക്കും പോലെ തന്നെ. അതായത് ഫോക്സ്വാഗൻ ഇന്ത്യയിൽ വണ്ടികൾ ഉണ്ടാക്കുമ്പം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഒന്നും പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. അതും അവർ മാക്സിമം കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കട്ടിങ് കാണാൻ പറ്റും. പണ്ടത്തെ ഫോക്സ്വാഗൻ വണ്ടികളിൽ കാണുന്ന പോലത്തെ ചെറിയൊരു ഫെൽറ്റിങ്ങും അതുപോലെ നല്ല റൂഫ് ലൈനർ, പിന്നെ നല്ല മെറ്റീരിയൽസ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ വണ്ടിക്കകത്തില്ല. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഇല്ല. പല പല സ്ഥലത്തും കോസ്റ്റ് കട്ടിങ് ഉണ്ട്, ചില മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലും അതുപോലെ ചില കവറിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ. അതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ അവരുടെ മെയിൻ കോർ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി, അതിൻ്റെ അകത്ത് അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിയുടെ ബോഡി ഷെല്ല്, അതുപോലെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണ് അവർ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഷാസി അത്യാവശ്യം സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഒക്കെ അത്രയും നന്നാവുന്നത്. നമുക്കത് ഓടിക്കുമ്പോൾ മനസ്സിലാവും ഈ വണ്ടി അത്യാവശ്യം നല്ല ടൈറ്റ് ഡൗൺ ആണെന്ന്. കാര്യമൊക്കെ ശരിയാണ്, പണ്ടത്തെ പോളോയുടെ അത്രയൊന്നും ബിൽഡ് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ അത്രത്തോളം ഒന്നും സ്ട്രെങ്ത് ഇതിനില്ല എന്ന് ആൾക്കാർ പറയുമായിരിക്കും. പക്ഷേ പോളോ 4-star സേഫ്റ്റി റേറ്റഡ് വാഹനമായിരുന്നു. മാത്രമല്ല അതൊരു വളരെ പഴയ PQ25 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിരുന്ന വാഹനമായിരുന്നു.
അത് അവർ ഗ്ലോബലി കുറേ കാലം മുമ്പ് നിർത്തിയതാണ് ആ പ്ലാറ്റ്ഫോം, പുതിയ പോളോ ഒക്കെ വന്ന സമയത്തൊക്കെ ആയിട്ട്. അത് ആകെ ഇന്ത്യയിൽ മാത്രമാണ് പിന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് വയബിൾ അല്ലാതെ തോന്നിയതുകൊണ്ടാണ് അവർ ഇന്ത്യയിൽ പോളോവും അതുപോലെ അത് ബേസ് ചെയ്ത് വരുന്ന റാപ്പിഡ്, വെൻറ്റോ അങ്ങനത്തെ പല പല വാഹനങ്ങളും നിർത്തിയിട്ട് ഈ 2.0 പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ ഈ പുതിയ 4 വാഹനങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ ആ വാഹനങ്ങളുടെ ഏകദേശം കേസ് ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. പണ്ടത്തെ പോളോയേക്കാൾ സേഫാണ് ഇപ്പോൾ വരുന്ന ഈ വാഹനങ്ങൾ. നമ്മൾ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിലും ഫീൽ ചെയ്യുന്ന ബിൽഡ് ക്വാളിറ്റിയിലും ഒക്കെ കുറച്ച് താഴെയായിട്ട് തോന്നുമെങ്കിൽ പോലും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോക്സ് വാഗൻ ഇന്ത്യയിലെ ഡ്യുവൽ സ്റ്റാൻഡേർഡ്സ് ഒന്നും പാലിക്കുന്നില്ല എന്ന്. ഇനി പക്ഷേ ഹ്യുണ്ടായുടെ കേസ് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ലായിരുന്നു. ക്രെറ്റയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ഹ്യുണ്ടായി, മാരുതി, സുസുക്കി ഒക്കെ ഇങ്ങനെ തന്നെ അല്ലേ എന്ന്. ഒബ്വിയസ്ലി മാരുതി, സുസുക്കി ഇങ്ങനെ തന്നെയാണ്. അവരുടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾക്ക് സേഫ്റ്റി ഒരു പക്ഷേ കുറച്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഉയർന്ന സെഗ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഇവരുടെ അബവ് 4 കോമ്പാക്ട് എസ് യു വി അല്ലെങ്കിൽ സബ് 4 കോമ്പാക്ട് എസ് യു വി ഈ കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ ബ്രസയുടെ സേഫ്റ്റി മോശമാണ്. 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആ വാഹനത്തിന് കിട്ടിയതാണ്. അതുപോലെ തന്നെ എസ്ക്രോസിൻ്റെ സേഫ്റ്റി നല്ലതായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ വരുന്ന ഗ്രാൻഡ് വിറ്റാരയും ഹൈറൈഡറും ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ സേഫ്റ്റി മോശമായിരിക്കുന്നത്. കാരണം ബ്രസയുടെ സെയിം പ്ലാറ്റ്ഫോമിൽ, അതായത് ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിലാണ് ഈ 2 വാഹനങ്ങളും വരുന്നത്. അതായത് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് ആയിട്ടുള്ള ഗ്ലോബൽ എൻക്യാപ്പിൽ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്. സ്വാഭാവികമായും അതിന് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് എങ്കിലും അറ്റ്ലീസ്റ്റ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറിലൊന്നും അവർ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടില്ല എങ്കിൽ. പക്ഷേ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബ്രസ് അവർക്ക് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സേഫ്റ്റിയോടുകൂടി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ വണ്ടികൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബ്രസ്സേക്കാൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടികൾ അത്രയും സേഫായിട്ട് തന്നെ ഉണ്ടാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. പണ്ട് റിപ്പോർട്ട്സ് പറഞ്ഞിരുന്ന അവർ ടാർഗറ്റ് ചെയ്യുന്ന 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണെന്നാണ് ഈ ഗ്രാൻഡ് വിറ്റാരയൊക്കെ വെച്ച്. അത് നടക്കില്ലോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നടക്കുമായിരിക്കും. ഞാനത് ജഡ്ജ് ചെയ്യാൻ ആരുമില്ല, കാരണം ഞാൻ മാരുതിയിൽ വർക്ക് ചെയ്യുന്ന ആളൊന്നുമല്ലല്ലോ. പക്ഷേ എന്തൊക്കെയായാലും 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് മിനിമം കിട്ടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമ്മൾ കുറച്ചുകൂടി പ്രീമിയം വണ്ടികളിലേക്ക് വരികയാണെങ്കിൽ മാരുതി, സുസുക്കി സേഫ്റ്റിയുടെ കാര്യത്തിൽ കോസ്റ്റ് കട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഹ്യുണ്ടായി അങ്ങനെയല്ല. ഹ്യുണ്ടായുടെ ലൈനപ്പിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഒരൊറ്റ വാഹനം പോലും ഇതുവരെ സേഫായിട്ട് വന്നിട്ടില്ല. അവർ വരണ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ഇപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ്, അതായത് അവരുടെ സെഗ്മെൻറ്റ് ലീഡിങ് ടുസോണും ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. പുതിയ ടുസോൺ, പഴയ ടുസോണും ചെയ്തിട്ടില്ലായിരുന്നു. ഇതൊക്കെ ക്രാഷ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ടുസോണൊക്കെ CKD ആയിട്ട് വരുന്ന വാഹനമാണ്. ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ സ്റ്റാൻഡേർഡ്സ് വെച്ചൊക്കെ ആ വാഹനത്തിന് തീർച്ചയായും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടുമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ അതിലും താഴെ ടുസോൺ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വണ്ടികളാണ് അവർ വിൽക്കുന്നത്? ഒരു മാസം മാക്സിമം പോയി കഴിഞ്ഞാൽ 100 അല്ലെങ്കിൽ 200. അവരുടെ ഒരു മാസം 12,000 13,000 വെച്ചൊക്കെ വിൽക്കുന്ന ക്രെറ്റ, അതുപോലെ അതിന് താഴേക്കുള്ള ബാക്കി ഏകദേശം 50,000-ഓളം വണ്ടികളാണ് ഈ സേഫ് അല്ലാതെ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് ഹ്യുണ്ടായി ഒരു വലിയ ഡബിൾ സ്റ്റാൻഡേർഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യക്കാരെ കാണിച്ച് പറ്റിക്കുന്നത്. ഇനി ഒരു കാര്യമുണ്ട്, ഞാൻ ഈ വീഡിയോ ഹ്യുണ്ടായിയെ മനഃപൂർവ്വം ഡീഫെയിം ചെയ്യാനാണ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല. ഇപ്പം മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കണ്ടപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഹ്യുണ്ടായിയോടുള്ള വെറുപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ ഈ അടുത്ത നമ്മുടെ ലാറ്റിൻ എൻക്യാപ്പിൽ ടൊയോട്ട കൊറോള, അതും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വാങ്ങിയൊരു വാഹനമാണ്. പിന്നെ ഫോക്സ് വാഗൻ ടവേഴ്സ് ഇതൊക്കെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വാങ്ങിയ കുറച്ച് വാഹനങ്ങളാണ്. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടനോടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.